ഹലോ ഫ്രണ്ട്സ്, നല്ല ഭംഗിയുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സ്റ്റീൽ റിങ്ങും നൈലോൺ ത്രെഡും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വാൾ ഹാങ്ങിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൽക്കം ടു ഹോം ആൻഡ് മോർ. പത്തിഞ്ച് ഡയമീറ്ററുള്ള ഒരു സ്റ്റീൽ റിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ള നൈലോൺ ത്രെഡാണ്. ഈ നൈലോൺ ത്രെഡിന് 60 ഇഞ്ച് നീളത്തിൽ 64 പീസായിട്ട് മുറിച്ച് വെക്കണം. ഞാൻ 2 കളറാണ് എടുക്കുന്നത്, മെറൂണും ക്രീമും. മെറൂൺ കളർ ത്രെഡിൽ നിന്നും 38 പീസും ക്രീം കളർ ത്രെഡിൽ നിന്നും 26 പീസും എടുത്ത് വെക്കണം. ആദ്യം നമുക്ക് ഒരു ലൂപ്പ് തയ്യാറാക്കാം. അതായത് ഈ വാൾ ഹാങ്ങിങ് ചുമരിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് തയ്യാറാക്കാം. ഇതേ നൈലോൺ ത്രെഡ് തന്നെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ആ കെട്ടൊന്ന് ഉറയ്ക്കാൻ വേണ്ടി ഒരു തുള്ളി ഫെവിക്കോളും കൂടി വെച്ച് കൊടുത്താൽ മതി. നൂലുകളെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിങ്ങിൻ്റെ ഡയമീറ്ററിൻ്റെ 6 ഇരട്ടി ലെങ്ത്തിൽ വേണം നൂലുകൾ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ 60 ഇഞ്ച് എന്ന് പറഞ്ഞത്. ഇനി ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ കൃത്യമായിട്ട് നടുമടക്കിയിട്ട് ഇങ്ങനെ റിങ്ങിൻ്റെ അടിയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ അവിടെ ഒരു കെട്ട് വീഴും, കണ്ടില്ലേ? ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. കൃത്യമായിട്ട് നടുമടക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളത് കട്ട് ചെയ്ത് കളയുമ്പോൾ വല്ലാതെ വേസ്റ്റ് വരും. കൃത്യമായിട്ട് നടുമടക്കിയിട്ട് ഇങ്ങനെ റിങ്ങിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെച്ച് ഇനി ഈ അറ്റം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു കെട്ട് വീഴും. ഇങ്ങനെ നമ്മൾക്ക് 15 എണ്ണം ഈ ഒരു ഭാഗത്ത് ചെയ്യണം. നല്ല ടൈറ്റായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ തമ്മിൽ ചേർത്ത് വെക്കാനും ഓർമ്മിക്കണം. ഈ ലൂപ്പിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ 15 എണ്ണം, ഇപ്പോൾ 15 എണ്ണം ചെയ്തതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് 15 എണ്ണം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇടതു ഭാഗത്തും അതേപോലെ 15 എണ്ണം ചെയ്യണം. ഇത് നൈലോൺ ത്രെഡിന് പകരം നിങ്ങൾക്ക് വുളൻ ത്രെഡോ മാക്രമേ ത്രെഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ 2 ഭാഗത്തും 15 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആകെ 30 എണ്ണം ചെയ്തു. 2 കളറിലാണല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പം അടുത്ത കളർ ക്രീമാണ്. അതും ഞാനിങ്ങനെ 60 ഇഞ്ച് ലെങ്ത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ തന്നെ നടുമടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ഒന്നായി. അതേപോലെ തന്നെ ക്രീം കളറിലുള്ള ത്രെഡ് കൊണ്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. ക്രീം കളറിൽ ഇപ്പോൾ 2 കെട്ടിട്ട് കൊടുത്തു. ഇനി അടുത്തത് ഒരു മെറൂൺ കളർ ചെയ്യാം. പിന്നെ വീണ്ടും 2 ക്രീം, ഒരു മെറൂൺ, അങ്ങനെ നമുക്കതൊരു 4 മെറൂൺ കളർ ത്രെഡ് വരുന്ന വരെ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്കിത് ചെയ്ത് വരുമ്പോൾ ഒരു ഡിസൈൻ കിട്ടണം. അപ്പോൾ 2 കളർ നൂലാവുമ്പോൾ ആ ഡിസൈൻ എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് 2 കളർ ഉപയോഗിക്കുന്നത്. റിങ്ങിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കെട്ടുകളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 ഇഞ്ച് ഡയമീറ്ററുള്ള റിങ്ങിൻ്റെ കണക്കിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ സ്റ്റീൽ റിങ് തന്നെ വേണമെന്നില്ല. നമ്മളെ എംബ്രോയിഡറി റിങ് ഉണ്ടല്ലോ, വുഡൻ, ആ എംബ്രോയിഡറി റിങ്ങിലും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 ക്രീം, ഒരു മെറൂൺ, 2 ക്രീം, ഒരു മെറൂൺ എന്നുള്ള പോലെ 4 സെറ്റ് ചെയ്തു. എല്ലാ നോട്ടുകളും അടുപ്പിച്ചിടാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഈ ക്രീം കളറിൽ നമുക്കൊരു 5 നോട്ടും കൂടി വലതുഭാഗത്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇടതുഭാഗവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 സൈഡിൽ നമ്മൾ 5 എണ്ണം വെച്ചിട്ട് അവസാനം ചെയ്തില്ലേ ക്രീം കളർ ത്രെഡ്, അത് മാത്രം വെച്ച് മറ്റുള്ള നൂലൊന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിൽ തന്നെ റൈറ്റ് സൈഡിലുള്ള ഈ 5 സെറ്റ് നൂലാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും അറ്റത്തുള്ള 2 എണ്ണം, അതായത് ഒരു നോട്ടിൻ്റെ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. ആ കെട്ടിടുന്ന വിധവും കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് നേരെ ഉള്ളിൽ കൂടി എടുത്ത് ഒന്ന് അതിൽ കൂടെ കുടുക്കിയിടുക. ഒരിക്കൽ കൂടി അങ്ങനെ കുടുക്കിയിടുക. അപ്പോൾ അവിടെ ഒരു നോട്ട് വീഴും. ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വേറെ വിധത്തിൽ കെട്ടിടാൻ പറ്റും, അത് മതി. അതവിടെ ഉറച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. ഈ സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലെ നോട്ടിട്ടില്ലേ, ഒരു ഹുക്കിന് വേണ്ടിയിട്ടൊരു കെട്ടിട്ടില്ലേ, അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൻ്റെ ലെഫ്റ്റ് എടുക്കണം. അങ്ങനെ ആദ്യത്തേത് ഇപ്പോൾ ഇതാ ഒരു കെട്ട് മുഴുവനായി അതവിടെ ഉറച്ചിരുന്നു. ഇങ്ങനെ ചെരിച്ച് വേണം ചെയ്യാൻ. ഇനി അങ്ങനെ അടുത്തത് ഇതിൻ്റെ ഇടത്തു ഭാഗത്ത്, അങ്ങനെ ഈ 5 എണ്ണവും നമ്മളിങ്ങനെ കെട്ടിട്ട് പോവണം. അത് കഴിഞ്ഞാൽ ഈ ഇടത്തു ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ള 5 എണ്ണം ഉണ്ടല്ലോ,
അതാണ് ആ 5 സെറ്റ്, അതാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ ക്രോസ് ആയിട്ട് പിടിച്ചിട്ട് ഈ സെൻറ്ററിൽ നിന്നുള്ള റൈറ്റിലേക്കാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇടതുഭാഗത്തുള്ള 2 എണ്ണം, അതിൽ തന്നെ 2 എണ്ണം വീണ്ടും വേറെ ആക്കുക. ഇനി 2 എണ്ണം ഒന്നിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ ഡിസൈൻ ക്ലിയർ ആയിട്ട് വരും. എന്നിട്ട് ഇത് താഴെയുള്ളതിൻ്റെ ഏറ്റവും അടിയിൽ കൂടി ഇടുക ആദ്യം. പിന്നെ അടുത്ത നൂലിടുമ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ഒരൊറ്റ കെട്ടിലുള്ള 2 നൂലുകളാണ് കേട്ടോ. ഒന്നിട്ട് കഴിഞ്ഞ് ഇനി മറ്റേത് ഇടുമ്പോൾ ഇങ്ങനെ ഒരു നൂലിൻ്റെ ഇടയിൽ കൂടെ വേണം താഴേക്കിടാൻ. ഇപ്പോൾ ഒരു സെറ്റ് നമ്മൾ മുഴുവനായിട്ട് അവിടേക്ക് വെച്ചു. ഇനി അതവിടെ കെട്ടിട്ട് ഉറപ്പിക്കണം. നൂല് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇങ്ങനെ വിടർത്തിയിട്ട് വേണം, ഇങ്ങനെ പിണഞ്ഞ് കിടക്കാനും പാടില്ല. അപ്പം നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഭംഗി അവസാനമേ അറിയുള്ളൂ. ഇനി ഇവിടെ ഇത് നേരത്തെ നമ്മൾ കെട്ടിട്ട പോലെ തന്നെ കെട്ടിട്ടിട്ട് ഉറപ്പിക്കാം. ഇനി അടുത്ത 2 സെറ്റ് ഇതേപോലെ ഓരോന്നായിട്ട് നമ്മളുടെ ഇതിൻ്റെ ഓരോ ഇഴയിൽ കൂടെ കടത്തിയിട്ട് എടുക്കുക. അടുത്ത ഒരു സെറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 ഇഴയുണ്ടാവും. അതിങ്ങനെ ഇതിനിങ്ങനെ അകത്തിയിട്ട് പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എടുത്തിട്ട് താഴെ കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഈ 5 സെറ്റും നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് റിങ്ങിൽ കെട്ടിട്ടിട്ട് ഉറപ്പിക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ തന്നെ താഴെ ഒരു ഡിസൈൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലുള്ള മെറൂൺ എടുത്ത് ലെഫ്റ്റ് ഭാഗത്തും ഇടതു ഭാഗത്തുള്ള മെറൂൺ എടുത്തിട്ട് വലതു ഭാഗത്തും നമുക്ക് കെട്ടിട്ട് യോജിപ്പിക്കാം. ഇവിടെ നമ്മൾക്ക് വെറുതെ ക്രോസ് ആയിട്ട് വെച്ച് പോയാൽ മതി. ഇപ്പം നമ്മൾ ആ 2 1 2 1 പറഞ്ഞിട്ട് ചെയ്തില്ലേ ക്രീമും മെറൂണും, അത് ഫുൾ ഇതേപോലെ തന്നെ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടുമായിട്ട് ഇങ്ങനെ കെട്ടിട്ടിട്ട് പോയാൽ മതി. പക്ഷെ നൂലിങ്ങനെ നല്ലപോലെ വൃത്തിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരത്തക്കോണം വെക്കണം. ഇപ്പം തന്നെ കാണാം നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ഫോം ചെയ്തു. ഇനി മുകളിൽ വലതുഭാഗത്തുള്ള മെറൂൺ കളർ സെറ്റ്, അതായത് ആ ലൂപ്പിൻ്റെ വലതുഭാഗത്ത് നമ്മൾ കെട്ടിയിട്ടുള്ള 15 മെറൂൺ കളർ ത്രെഡ് ഉണ്ടായിരുന്നു, 15 നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി ഓരോന്നായിട്ട് നമുക്കിവിടെ ഇടതുഭാഗത്ത് തന്നെ ഉറപ്പിച്ച് വെക്കാം. ഇനി ഇടതുഭാഗത്തുള്ളതും നേരെ തിരിച്ച് വലതുഭാഗത്ത് ഉറപ്പിക്കണം. പക്ഷെ അതിങ്ങനെയല്ല വയ്ക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്, അതായത് 2 ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ മെറൂൺ കളർ നൂല് ചെയ്തതിൻ്റെ അടിയിൽ കൂടെ താഴേക്ക് എടുക്കുക. ഒരു കെട്ട് വിട്ടിട്ട് അടിയിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാൻ. പിന്നെ ഇനി രണ്ടാമത്തത് ചെയ്യുമ്പോൾ അടുത്ത 2 എണ്ണം എല്ലാം ഇവിടെ 2 എണ്ണം എടുക്കുന്ന വെച്ചാൽ ഇവിടെയും 2 എണ്ണം വിടണം. അപ്പോൾ ഓരോ നോട്ടിൻ്റെ ഇടയിലായിട്ട് നമ്മളിങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി താഴെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കെട്ടിട്ടിട്ട് യോജിപ്പിക്കാം. താഴേക്ക് വലിച്ച് കെട്ടിടുമ്പോൾ കെട്ടുപിണയാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ നോക്കണം. ഇപ്പം നമ്മളുടെ വാൾ ഹാങ്ങിങ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വാൾ ഹാങ്ങിങ് ആണ്. ഇനി ഇതിൻ്റെ മറുവശം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അവിടെ വേറൊരു ഡിസൈനാണ് വന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടമായത് വെച്ചാൽ അത് ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ തൂക്കാം, അല്ലെങ്കിൽ മാറ്റി തൂക്കാം. ചുമരിൽ തൂക്കിയ ശേഷം അടിവശത്തുള്ള നൂലുകൾ ഒരേ ലെവലിൽ വെട്ടിക്കളഞ്ഞാൽ മതി. നമ്മുടെ ഡ്രോയിങ് റൂമിൽ തൂക്കാൻ പറ്റിയ നല്ലൊരു വാൾ ഹാങ്ങിങ് ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്